Hello CBSE family. അപ്പോൾ നമ്മളുടെ ക്ലാസ് 10ന്റെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ഓൾറെഡി റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതിലെ ഫിസിക്സ് എന്ന് പറയുന്ന ഭാഗം നമ്മൾ ഒന്ന് അനലൈസ് ചെയ്യാൻ പോവാണ് ഈ ഒരു വീഡിയോയിൽ. എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, ഏതൊക്കെ മാർക്കിന് നമ്മുടെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, എത്രത്തോളം നന്നായിട്ട് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം, നമുക്ക് സയൻസ് എക്സാം ആണ്. അപ്പം മിക്സ്ഡ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് വരിക എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കുറച്ച് ജനറൽ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, നമ്മുടെ സെക്ഷൻസിനനുസരിച്ചാണ് അല്ലെ. സെക്ഷൻ എ ഉണ്ട്, അതുപോലെ തന്നെ സെക്ഷൻ ബി ഉണ്ട്, സെക്ഷൻ സി ഉണ്ട്, സെക്ഷൻ ഡി ഉണ്ട് ആൻഡ് സെക്ഷൻ ഇ ഉണ്ട്. ഇങ്ങനെയും ഇത്രയും സെക്ഷൻസ് ആയിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് ഉള്ളത് എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഇനി നമ്മളുടെ ഫിസിക്സ് ക്വസ്റ്റ്യൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ സെക്ഷൻ എ നോക്കുകയാണെങ്കിൽ 1 to 16 ക്വസ്റ്റ്യൻസ് മൾട്ടിപ്പിൾ ചോയ്സസ് ആണ് അല്ലെ. 1 to 16 എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഒന്ന് മാത്രമാണ് കറക്റ്റ് ആയിട്ടുണ്ടാവുക. അതിൽ കറക്റ്റ് ആയിട്ടുള്ളത് നമ്മൾ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് സെക്ഷൻ എയിൽ നമുക്ക് ചെയ്യാനുള്ളത്. ആൻഡ് നോക്കുക, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് 13ാമത്തെ ചോദ്യമാണ്. എന്താണ് ചോദ്യം എന്ന് പറയുന്നത് നോക്കൂ. ഇൻ ദ ഫോളോവിംഗ് കേസസ് a ray is incident on the concave mirror, in which case the angle of incidence is equal to 0 എന്നാണ് ചോദിച്ചത് അല്ലെ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 0 ആവുന്നത് ഒരു കോൺകേവ് മിററിലേക്ക് നമ്മൾ ലൈറ്റ് പതിപ്പിക്കുന്ന സമയത്ത് എപ്പോഴാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസും എന്താവുന്നത്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് 0 ആവുന്നത് എപ്പോഴാണെന്നാണ് ചോദിച്ചത്. അപ്പൊ നമുക്കറിയാം സെന്റർ ഓഫ് കർവേച്ചറിലൂടെ അല്ലെ. അപ്പൊ നമുക്കറിയാം ഇതാണ് കോൺകേവ് മിറർ എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. അപ്പൊ ഈ കോൺകേവ് മിറർ നോക്കുന്ന സമയത്ത് നമ്മൾ വരയ്ക്കുമ്പോൾ പ്രിൻസിപ്പൽ ആക്സിസ് ഉണ്ട്, ഇവിടെ ഫോക്കസ് ഉണ്ട്, ഇവിടെ സെന്റർ ഓഫ് കർവേച്ചർ ഉണ്ട്. അപ്പൊ സെന്റർ ഓഫ് കർവേച്ചറിലൂടെ പോകുന്നത് ആണ് തിരിച്ച് അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നത്, തിരിച്ചു വരുന്നത് എന്നുള്ള കാര്യം അറിയാം. അപ്പൊ ഇൻസിഡന്റ് ആംഗിളും അതുപോലെ തന്നെ റിഫ്ലക്റ്റഡ് ആംഗിളും അവിടെ 0 ആയിട്ടാണ് വരിക. സോ ഏത് ഓപ്ഷനാണ് നമ്മൾ ചൂസ് ചെയ്യാം? റേ പാസിംഗ് ത്രൂ ദ സെന്റർ ഓഫ് കർവേച്ചർ ആൻഡ് ഇൻസിഡൻസ് ഒബ്ലിക്വലി. ഇതാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് നിങ്ങൾ ചൂസ് ചെയ്യണം. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, അപ്പോൾ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം അല്ല അവിടെ ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പൊ നമുക്ക് ആ ഒരു കോൺസെപ്റ്റ് വളരെ ക്ലിയർ ആയിട്ട് അറിയുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കറിയാം സെന്റർ ഓഫ് കർവേച്ചറിൽ പോയിട്ട് തട്ടുമ്പോൾ അതിലൂടെ തന്നെയാണ് തിരിച്ചു വരിക എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാം. പക്ഷേങ്കിൽ അതിന്റെ ആ ഒരു കോൺസെപ്റ്റ് ക്ലാരിറ്റി വരുത്തിയാൽ മാത്രമാണ് നിങ്ങൾക്ക് അതിനുള്ള കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ളത് എൻ്റെ കുട്ടികൾ ഓർക്കുക. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കൊരു പ്രിസം ക്വസ്റ്റ്യൻ ആണ് തന്നിട്ടുള്ളത് അല്ലെ. അതായത് ഒരു വൈറ്റ് ലൈറ്റ് പ്രിസത്തിലേക്ക് കടന്നു പോകുന്ന സമയത്ത് അതിന് ഡിസ്പേർഷൻ സംഭവിക്കുന്നുണ്ട്. അപ്പൊ അത് വിബ്ജിയോർ ആയിട്ട് തരം തിരിയും. അപ്പൊ എ ബി എന്ന് പറയുന്ന രണ്ട് ഇതാണുള്ളത്. അതിൽ കറക്റ്റ് പെയർ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ് ഇത്, മിസ്സിന് പറയാൻ പറ്റും. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ വരിക. അപ്പോൾ ഒരു അസേർഷൻ ഉണ്ടാവും, റീസൺ ഉണ്ടാവും. അതിനനുസരിച്ചിട്ട് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് എപ്പോഴും നമുക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. അപ്പൊ അസേർഷൻ റീസണിൽ നമ്മുടെ ഫിസിക്സിലെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത് എന്താണ്? A convex mirror always forms an image behind it and the image formed is virtual. According to the sign convention, the focal length of the convex mirror is positive. കാണുമ്പോൾ എന്തോ ഭയങ്കര ടഫായിട്ട് നമുക്ക് ഫീൽ ചെയ്യെങ്കിലും വളരെ കോൺസെപ്റ്റ് ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അസേർഷൻ റീസൺ എപ്പോഴും നമ്മൾ ഹാൻഡിൽ വിത്ത് കെയർ എന്ന് മിസ് പറയും. കാരണം എന്താണ്, നമ്മൾ നന്നായിട്ട് നോക്കി വായിച്ച് പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് കാര്യം അറിയുമെങ്കിലും നമ്മൾ ഓപ്ഷൻസ് ചൂസ് ചെയ്യുന്നതിൽ തെറ്റ് വരുത്താനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അസേർഷൻ റീസണിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. ഇനി അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സെഷനിൽ വരുന്ന നമ്മളുടെ ഫിസിക്സിലെ ചോദ്യം എന്ന് പറയുന്നത് ഒരു റേ ഡയഗ്രാം ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ മിസ് എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ മിററിന്റെയും അതുപോലെ തന്നെ ലെൻസിന്റെയും റേ ഡയഗ്രാംസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ റേ ഡയഗ്രാമത്തിൽ നിന്നുമുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ ഒരു റേ ഡയഗ്രാം തന്നിട്ട് അതിന്റെ താഴെ നമുക്ക് ABC എന്ന് പറയുന്ന 3 ചോദ്യങ്ങളാണ് വരുന്നത്. ആ ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യാണ് വേണ്ടത്. 2 മാർക്കാണ് ഈ ഒരു പാർട്ടിൽ നിന്നും വരുന്നത് കേട്ടോ. ഓക്കെ, അതാണ് നമ്മളുടെ ചോദ്യം. ഇനി സെക്ഷൻ സിയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് എന്താണ് ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത്, നമുക്കറിയാം മാർക്ക് എന്ന് പറയുന്നത് 3 മാർക്കാണ് വരിക. 3 മാർക്കിന്റെ ചോദ്യമാണ് അടുത്ത പാർട്ടിൽ വരുന്നത്. അപ്പൊ 1 മാർക്ക്, 2 മാർക്ക്, ദെൻ 3 മാർക്കാണ് വരുന്നത്. അപ്പൊ ആ 3 മാർക്കിന്റെ ചോദ്യം ഇവിടെ ചോദിച്ചിരിക്കുന്നത് നമ്മളുടെ
ഐ ഡിഫക്ട്സ് എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ഈ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ ഡയഗ്രാംസ് വെച്ചിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിക്കാം. അപ്പൊ നമുക്കറിയാം ഒരുപാട് ഡയഗ്രാംസ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇപ്പൊ മയോപ്പിയ ആണെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നമ്മളുടെ ഹൈപ്പർ മെട്രോപ്പിയ നമ്മൾ പഠിക്കുന്നുണ്ട്. അങ്ങനത്തെ ഡയഗ്രാംസ്, അതുപോലെ തന്നെ ഡിസ്പേർഷൻ, റെയിൻബോ ഫോർമേഷൻ. അപ്പൊ ഡയഗ്രാംസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡയഗ്രാം റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ഡിഫക്ട്സ് ഓഫ് ഐ, അത് കറക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ, അങ്ങനത്തെ കോൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യത 3 മാർക്കിന്റെ ചോദ്യത്തിലുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ചോദ്യമാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. അപ്പൊ വളരെ ടഫ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല. കോൺസെപ്റ്റ് ഓറിയന്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ആ ഒരു അല്ലെ നമ്മുടെ ചാപ്റ്റർ കറക്റ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗം തന്നെയാണിത്. ഇനി അടുത്തത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സെക്ഷൻ ഡി, ഒരു 4 അല്ലെങ്കിൽ 5 മാർക്കിന്റെ ചോദ്യം വരുന്ന ചോദ്യങ്ങളാണ് അവസാനത്തെ പാർട്ടിലേക്ക് വന്നിട്ടുള്ളത്. അപ്പൊ അവസാനത്തെ പാർട്ടിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഇവിടെ എന്താണ്, കുറെ ഡയഗ്രാംസ്, ഇപ്പൊ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നൊക്കെ ചോദിക്കാം. നമുക്ക് റെസിസ്റ്റേഴ്സ് ഇൻ സീരീസ് പാരലൽ ഒക്കെ പഠിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അത്തരം ഭാഗത്ത് പ്രോബ്ലംസ് ഒക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പൊ എപ്പോഴും മനസ്സിലാക്കുക, ഇവിടെ കുറെ പാർട്ടുകളായിട്ടാണ് നമുക്ക് ചോദ്യം ഉണ്ടാവുക അല്ലെ. കാൽക്കുലേറ്റ് ദ കറണ്ട്, അല്ലെങ്കിൽ എന്താണ് ഈ വോൾട്ട് മീറ്ററിന്റെ റീഡിങ്ങിന്റെ റീസൺ, അതുപോലെ തന്നെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക, അതുപോലെ തന്നെ അല്ലെ അത്തരത്തിലുള്ള എന്താണ് പ്രോബ്ലംസ് ഓറിയന്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ന്യൂമറിക്കൽസ് ഒക്കെ ചോദിക്കുന്നത് ഈ ഒരു 5 മാർക്ക് 4 മാർക്കിന്റെ ഈ ഒരു പോർഷനിൽ നിന്നുമാണ് ചോദിച്ചു കാണുന്നത്. ഓക്കെ, അപ്പൊ വളരെ നമ്മൾ ഈ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്, നമുക്ക് അല്ലെ ചില ക്വസ്റ്റ്യൻസ് നന്നായിട്ട് കണ്ടന്റ് ക്ലാരിറ്റി വരുത്തിയാൽ മാത്രമാണ് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇപ്പൊ ന്യൂമറിക്കൽസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ പഠിച്ച ഡയഗ്രാംസ് അല്ല വരിക. അപ്പൊ അവർക്ക് ഇഷ്ടമുള്ള സർക്യൂട്ട്സ് ആണ് തരിക. അപ്പൊ ആ സർക്യൂട്ട്സിൽ നിന്ന് നമുക്ക് ആ ഒരു കണ്ടന്റ് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായിട്ട് നമ്മുടെ ചാപ്റ്റേഴ്സ് പഠിക്കേണ്ടിയിരിക്കുന്നുണ്ട്. അപ്പൊ നന്നായിട്ട് ചാപ്റ്റർ പഠിക്കാം. നിങ്ങൾക്ക് അറിയാം, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ എക്സാം വിന്നർ ഉണ്ട്. എക്സാം വിന്നറിൽ നമ്മൾ ഇതുപോലത്തെ ഒരുപാട് ചോദ്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ക്ലാസ്സസ് എല്ലാ കാര്യങ്ങളും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരക്ഷരം പോലും വിടാതെയാണ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പൊ നന്നായിട്ട് നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ ബാച്ചിലേക്ക് ജോയിൻ ചെയ്ത് പഠിക്കാം. യൂട്യൂബ് ക്ലാസ്സുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. അപ്പോൾ ഫിസിക്സ് അല്ലെങ്കിൽ സയൻസിൽ ഫിസിക്സ് എന്ന് പറയുന്ന ഭാഗം നിങ്ങൾക്ക് ഏറ്റവും ഈസി ആവാൻ വേണ്ടി മിസ് എന്ത് ചെയ്യും, പ്രാർത്ഥിക്കും. അപ്പം ഓരോ ക്വസ്റ്റ്യൻസും, ഓരോ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിലെ കെമിസ്ട്രി ആണെങ്കിലും ഫിസിക്സ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും നിങ്ങൾ നേരത്തെ നോക്കി വയ്ക്കുക. എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക എന്ന് മനസ്സിലാക്കിയിട്ട് മുമ്പോട്ട് പോകാം. ഉറപ്പായിട്ടും ഈ ഒരു CBSE 10th ബോർഡ് എക്സാംസ് നമുക്ക് A1 തന്നെ നേടേണ്ടതുണ്ട്. അപ്പം മാക്സിമം നിങ്ങൾ ഈ ഒരു വീഡിയോ ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്ത് കൊടുക്കുക, ഷെയർ കൂടെ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ താങ്ക് യു. ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് വേഗം തന്നെ മക്കളെ മെസ്സേജ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.